ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ അകൽസത്തിന് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയചിത്രമായി മാറിയ മലയാള സിനിമയാണ് സർവ്വമായ. നിവിൻ പോളിക്കൊപ്പം അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രിറ്റി മുകുന്ദൻ, റിയ ഷിബു, മധു വാര്യർ, രഘുനാഥ് പലേരി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 10ാം ദിവസം എന്ന ശനിയാഴ്ചയോടെ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ആദ്യമായി പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് 11ാം ദിവസമായ ഞായറാഴ്ചയോടെ മാത്രമേ സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടൂ എന്നാണ് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതെങ്കിലും ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന വിവിധ ട്രാക്കേഴ്സ് റിപ്പോർട്ടായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരവും ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 40,55,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 5 കോടി റേഞ്ചിൽ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 45,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ. 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 89 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 11 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത്. അങ്ങനെ നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ 100 കോടി സിനിമയായി സർവ്വമായ മാറിയിരിക്കുകയാണ്. നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട മലയാള സിനിമകളുടെ പട്ടിക 12 ആയിരുന്നു. ഇപ്പോൾ സർവ്വമായ എന്ന നിവിൻ പോളി ചിത്രം കൂടി 100 കോടി ക്ലബ്ബ് സ്വന്തമാക്കിയതോടെ 13 മലയാള സിനിമകളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിട്ടുള്ളത്. അതിവേഗ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട മലയാള സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. എമ്പുരാൻ 2 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. 2ാം സ്ഥാനത്ത് തുടരും എന്ന മോഹൻലാൽ സിനിമയാണ്. ഈ സിനിമ 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 7 ദിവസം കൊണ്ടാണ് 100 കോടി നേടിയെടുത്തത്. 4ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ്. ഈ സിനിമ 9 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. 5ാം സ്ഥാനത്തുള്ളത് നിവിൻ പോളിയുടെ സർവ്വമായ തന്നെയാണ്. 10 ദിവസം കൊണ്ടാണ് ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. 6ാം സ്ഥാനത്തുള്ളത് ടോവിനോ തോമസിന്റെ 2018 എന്ന സിനിമയാണ്. ഈ സിനിമ 11 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബ് സ്വന്തമാക്കിയത്. 7ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 12 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ലൂസിഫറും 12 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരുന്നു. ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന സിനിമ 13 ദിവസം കൊണ്ടാണ് 100 കോടി നേടിയെടുത്തത്. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 24 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. ടോവിനോ തോമസിന്റെ അജയന്റെ 2ാം മോഷണം എന്ന യയാറമ്മ 31 ദിവസം എടുത്തപ്പോൾ നസ്ലേൻ നായകനായ പ്രേമലു എന്ന സിനിമയും 31 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരുന്നു. 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട മലയാള സിനിമകളുടെ പട്ടികയിൽ മോഹൻലാലിന്റെ പുലിമുരുകനാണ് 13ാം സ്ഥാനത്തുള്ളത്. ഈ സിനിമ 36 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിട്ടുള്ളത്. സർവ്വമായ ഉൾപ്പെടെ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട സിനിമകളെക്കുറിച്ചും അതിനെപ്പറ്റിയുള്ള വിശകലനം, വീഡിയോ എന്നിവയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.